ഇത്തവണ ചക്കയൊക്കെ ഒരുപാട് കിട്ടി കേട്ടോ. അപ്പോൾ ഇത്തവണ ഒരു കാര്യം ചെയ്യാമെന്ന് കരുതി. പഴുത്ത നല്ല തേനൂറ് മധുരമുള്ള ചക്കയായിരുന്നു കേട്ടോ. എൻ്റെ ബുദ്ധിയിലൊരു കാര്യം ചെയ്ത് നോക്കാമെന്ന് കരുതി പാൻ അടുപ്പിൽ വെച്ച് ആവശ്യത്തിന് നെയ്യ് അങ്ങോട്ട് ഒഴിച്ചു കൊടുത്തതിന് ശേഷം കട്ട് ചെയ്ത് വെച്ചിരുന്ന ചക്ക അതിലോട്ട് ഇട്ട് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കുഴഞ്ഞ പരുവത്തിലാക്കി എടുത്തു കേട്ടോ. അതിനുശേഷം ഞാൻ അതിലോട്ട് എനിക്ക് മധുരത്തിന് ആവശ്യമായ പഞ്ചസാര ഇട്ട് കൊടുത്തു. അതോടൊപ്പം തന്നെ തിരികെ എടുത്ത തേങ്ങ ഇട്ട് കൊടുത്തു. അത് രണ്ടും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം വീണ്ടും നന്നായിട്ട് ഇളക്കി നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്ത് വീണ്ടും ഒരു കുഴഞ്ഞ പരുവത്തിലേക്ക് ആക്കിയെടുത്തു. പിന്നീട് ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് വെള്ളമാണ് കേട്ടോ. ചൂടുവെള്ളമാണ് കേട്ടോ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. അതിനുശേഷം ഞാനതൊന്ന് തിളച്ച് വരുന്നത് വരെ എല്ലാം കൂടെ ഒന്ന് മിക്സായി തിളച്ച് വരുന്നത് വരെ വെയിറ്റ് ചെയ്തതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിന് ഏലക്കാപ്പൊടി ഇട്ട് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം വറുത്തെടുത്ത റവ ഇട്ട് കൊടുത്തു കേട്ടോ. റവ ഇട്ട് കൊടുത്ത് നമ്മൾ ഉപ്മാവൊക്കെ ഉണ്ടാക്കുന്ന പോലെ തന്നെ ഒന്ന് കുഴച്ചെടുത്ത് സെറ്റാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നീടാണ് സത്യത്തിൽ എനിക്കൊരു ഐഡിയ പോയത്. കുറച്ച് നട്ട്സും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ അടിപൊളിയായേനെ. കുറച്ച് കശുവണ്ടിയും അതുപോലെ തന്നെ ഉണക്കമുന്തിരിയും കൂടെ ഉണ്ടെങ്കിൽ പൊളി ടേസ്റ്റ് ആയേനെ കേട്ടോ. എന്തായാലും ഞാൻ പ്രതീക്ഷിച്ചതിനേക്കാളും അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. ഇഷ്ടപ്പെട്ടാൽ ട്രൈ ചെയ്ത് നോക്കൂ. ടാറ്റാ.